ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫാൻറ്റാസ്റ്റിക് സ്നാക്സിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ ഡൗട്ടുണ്ട്, ഇത് സേഫാണോ കഴിക്കുന്നത്, എത്ര കഴിക്കണം, പിന്നെ കൊളസ്ട്രോൾ കൂടുമോ, വെയിറ്റ് കൂടുമോ, പിന്നെ ചെറുപ്പം കുട്ടികൾക്കൊക്കെ ഡൗട്ടാണ് എന്താ പറയുക മുഖത്ത് കുരു വരുമോ എന്നൊക്കെ. പക്ഷേ ഇത് എല്ലാ പ്രോട്ടീനും ഫൈബറും മിനറൽസും വിറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. കുറേ ഫോമിൽ ഉപയോഗിക്കാം. റോസ്റ്റഡായിട്ട്, സോൾട്ടഡായിട്ട്, ബട്ടറായിട്ട്, ചോക്ലേറ്റ് കോട്ടഡായിട്ട്, പിന്നെ കുറേ റെസിപ്പിയിൽ നമുക്ക് ഇത് ചേർക്കാം. അപ്പോൾ റോ ഫോമിലാണ് കേട്ടോ അത് ഏറ്റവും നല്ലത്. പൊട്ടാസ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, കാലറി ലോ ഇൻ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് ഫ്രൈ ആക്കാനും എളുപ്പമാണ്. നമ്മൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എക്സസൈസിന് മുമ്പ് ഇതൊരു പിടി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ഫാറ്റാണ് ഇത്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗുഡ് കൊളസ്ട്രോളാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ഹാൻഡ്ഫുൾ കഴിക്കാനാണ് പറയുന്നത്, കുറേയല്ല, കുറച്ച് കഴിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം. പിന്നെ ഷുഗർ പേഷ്യൻസിനും വളരെ നല്ലതാണ്. ലോ ഇൻഡെക്സാണ്, ഗ്ലൈസമിക് ഇൻഡെക്സാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ഒരു 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് അവർ ഇരുന്ന് കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. ആരായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം. അതുപോലെ അവർക്ക് വേറെ ഫോമിൽ കൊടുക്കാം. ബട്ടറൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തേൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ വെയിറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി, നമുക്ക് വിശപ്പുണ്ടാവില്ല, കുറേ ഫില്ലായ പോലെ തോന്നും, പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് പാവപ്പെട്ടവരുടെ ബദാം എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ സേഫാണ്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒക്കെ ഒരു മിതമായ അളവിൽ കഴിക്കാം. അതേപോലെ ഇങ്ങനെ പൊടിച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പല കറികളിലും ചേർക്കാം, തിക്കാക്കാം. പിന്നെ പലതരത്തിലുള്ള വെറൈറ്റി റൈസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് പീനട്ട് എപ്പോഴും ഫാറ്റാണോ എന്ന് തോന്നും, നല്ല ഫാറ്റാണ് അത് നമ്മൾ ആ കഴിക്കുന്ന അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ നമുക്ക് വെറൈറ്റി റൈസസ് ഉണ്ടാക്കാം അല്ലേ, കോക്കനട്ട് റൈസ്, ലെമൺ റൈസ്, അങ്ങനെ പല ഉപ്പുമാവ്, അതിലൊക്കെ ഒരു പിടി ചേർക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും ഒരു പാക്കറ്റ് പീനട്ട് മേടിച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതേപോലെ എല്ലാ സാലഡിലും ചാട്ടിലൊക്കെ ഒരു പിടി ഇടുക. അത് അത്രയും ഹെൽത്താണ്. നമ്മൾക്ക് എന്താ പറയുക, വിചാരിക്കാത്ത ബെനിഫിറ്റാണ് അതിന് കിട്ടുന്നത്. ഇത് വേവിച്ച പീനട്ട് കൊണ്ടുള്ള ഒരു സാലഡാണ്. അതിൽ കുറേ വേവിക്കുമ്പോൾ കുറച്ചൊക്കെ വിറ്റമിൻസ് പോവും, പക്ഷേ അതിന് വേറെ കുറേ ഗുണങ്ങളുണ്ട്. അത്രയും ബെനിഫിഷ്യലാണ്. പിന്നെ ഇത് അവോയ്ഡ് ചെയ്യുന്നത് അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്കറിയാലോ, അവരൊക്കെ അത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒരു ഗ്ലാസ് നമ്മൾ കടൽ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വേറെ ഒന്നും വേണ്ട തോന്നും. അത്രയും എനർജറ്റിക് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, വിശപ്പ് വളരെ കുറവായിരിക്കും, നമുക്ക് ഫുൾ ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, വളരെ ഹെൽത്തി ബെനിഫിറ്റ്സ് ആണ് ഇതിന്. അപ്പോൾ എല്ലാവരും പീനട്ട് വാങ്ങി ഉപയോഗിച്ചോളൂ.